നമസ്കാരം, ഞാൻ അനിൽ ഗോപി. ഈ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ കാരക്കോണത്തിനും നിലമാമൂടിനിടയിലായിട്ടുള്ള തട്ടിട്ടാമ്പലം ബസ് സ്റ്റോപ്പിനടുത്ത് 2100 സ്ക്വയർ ഫീറ്റുള്ള ഇരുനില കെട്ടിടം വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിരിക്കുന്ന വീടാണ്. നിങ്ങൾക്ക് വീഡിയോ ഫുൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അത്. പാറശാല വെള്ളറട മെയിൻ റോഡിന് അടുത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഈ വഴി കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നേരെ താഴെ ഇറങ്ങുന്നത് വീട്ടിലേക്കാണ്. കണ്ടില്ലേ, ഗേറ്റ് കടന്നു പോകുമ്പോഴത്തേക്ക് വീടാണ്. 15 സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വീടിൻ്റെ മുൻവശം. കിഴക്ക് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങ് അറ്റത്ത് കാർ ഇട്ടിട്ടുണ്ടല്ലേ, അവിടെ ധാരാളം കാറുകളോട് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 15 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് ഒരു അരികിൽ ചേർത്താണ് വീട് വെച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ മുൻവശം ഒന്ന് കാണാം. ഇതിൻ്റെ തെക്ക് വശം കണ്ടോ, ഒരു ചീമപ്ലാമുണ്ട്. ഇവിടെ ധാരാളം തേങ്ങ കായ്ക്കുന്ന ഒരു തെങ്ങ് ഇവിടെ ഉണ്ട്. അപ്പുറ സൈഡിലും ഉണ്ട് തെങ്ങ്. ഞാനത് കാണിച്ചു തരാം. കണ്ടില്ല, മുൻവശത്തേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. മുൻവശത്തു നിന്നുള്ള പുറത്തോട്ട് പോകുന്ന ദൃശ്യം കണ്ടോ. ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ കയറുന്ന വരാന്തയിലുള്ളതിൻ്റെ റൂഫാണിത്. നമുക്കകത്ത് പ്രവേശിക്കാം. വിശാലമായ ഹാൾ റൂമാണ്. 20x20 ഇതിലാണ് ചെയ്തിരിക്കുന്നത്. 20x20 ഇതിൻ്റെ ആകെ സൈസ് വരുന്നത്. നല്ല രീതിയിൽ അവർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ല കാണുന്നതിന്. ഇത് ഡൈനിങ് ഹാളാണ്. ഇതൊരു കർട്ടനിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കിച്ചണിലോട്ട് കിടക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ മറ്റു വർക്കുകളൊക്കെ കണ്ടോ, അലമാരകളുമൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വർക്കിൻ്റെ ആവശ്യം നിൽക്കുന്നത് വരില്ല ഇതിനകത്ത്. ആകെ സ്ക്വയർ ഫീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, 2100 സ്ക്വയർ ഫീറ്റാണ് ആകെ കെട്ടിടത്തിൻ്റെ വിസ്തീർണം. ഇത് വാഷ് ബേസിന് ഇരിക്കുന്ന ഏരിയ, അതായത് നമ്മുടെ ഇവിടെ നിന്ന്, അതായത് ഹാളിലെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് ബേസിൻ വെച്ചിരിക്കുന്നതാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണിത്. ഹൗസ് ഓണർ പറഞ്ഞത് 12x14 ലെവലിലാണ് ബെഡ്റൂംസ് ഒക്കെ പണിതിരിക്കുന്നത്. വലിയ ബെഡ്റൂംസാണ്. ബാത്റൂം കണ്ടോ, ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. നെക്സ്റ്റ് വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, പുറത്തോട്ട് ഇറങ്ങാം. അടുത്ത റൂമിലോട്ട് നമുക്ക് പോകാം. ഇവിടെ ഒരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയൊക്കെ കാണുന്നതിന് വേണ്ടി റൂമിൽ തന്നെ കാണുന്ന രീതിയിലുള്ള സ്ക്രീനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. നമുക്ക് മുകളിലോട്ട് പോകാം. മേലെയും 2 ബെഡ്റൂമുണ്ട്. ആകെ 4 ബെഡ്റൂമാണ് കെട്ടിടത്തിനുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ.
തൊട്ടടുത്തുള്ള വീടുകൾ കണ്ടോ. മേലെയുള്ള 2 ബെഡ്റൂമിൽ ഒന്നിതാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഓണറാണിത്, കെട്ടിടത്തിൻ്റെ ഓണറാണ് ഇപ്പോൾ നടന്നങ്ങോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇതാണ്. മേലുള്ള 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഓക്കെ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ പോർഷനാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. കണ്ടില്ലേ, അപ്പുറത്തേക്ക് ധാരാളം വീടുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ കണ്ടോ. ഇതാ അപ്പുറ സൈഡിൽ നിന്നാണ് വണ്ടി കയറി വരുന്ന ഏരിയ ആണത്. നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാം. കണ്ടില്ലേ, കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടല്ലോ. ഈ കാർ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല എത്രമാത്രം കാറുകളോട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 15 സെൻറ്റ് ആകെ ഉണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. എൻ്റെ പുറകു വശമാണ്, വീടിൻ്റെ പുറകു വശമാണിത്. ആ ഏരിയയിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ 3ാമത്തെ നിലയിലേക്കൊന്ന് കയറി കാണാം. ഇവിടെയാണ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, നല്ല ഭംഗിയില്ലേ കാണുന്നതിന്. അതങ്ങ് ദൂരെ നിങ്ങൾക്ക് ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് ആ കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഹൈവേ. ബസ് വരുന്നത് കാണാം, ഒരു തമിഴ്നാട് ബസ്സാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ് ഇത്. ഇവിടെ തന്നെയാണ് തട്ടിട്ടാമ്പലം എന്നുള്ള ബസ് സ്റ്റോപ്പ്. ഇവരുടെ വീട്ടിൻ്റെ മുൻവശത്താണ്. ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്, ആളുകൾ ഇറക്കാൻ തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കാണാം, കണ്ടില്ലേ ബസ് പോകുന്നത് കണ്ടോ. തമിഴ്നാട് ബോർഡറാണ്, അതാണ് ഇത്ര തമിഴ്നാട് ബസ്സുകൾ കൂടുതലുള്ളത് ഇവിടെ. KSRTC ബസ്സാണ് മാക്സിമം ഉള്ളത്. ഇനി നമുക്ക് താഴോട്ട് പോവാം. മേലിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ കണ്ടോ. ഞാനിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുകയാണ്. ഈ സ്റ്റെയർ ഇറങ്ങി താഴോട്ട് പോകാൻ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹാൾ റൂമിലെത്തി. നല്ല ഭംഗിയാട്ടോ ഈ ഹാൾ റൂം. അതാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഫർണിച്ചർ വരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണുന്നതിന്. ഞാനിപ്പോൾ വീടിൻ്റെ മുൻവശത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഉണ്ടല്ലേ പ്ലാവ് കണ്ടോ, നന്നായിട്ട് കായ്ക്കുന്ന പ്ലാവാണത്. അധികം ഹൈറ്റൊന്നുമില്ല പ്ലാവിന്. നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോകാതെ വീടിൻ്റെ പുറകു വശത്തേക്ക് പോകാം. പല സൈഡിലായിട്ട് കിണറുണ്ട്. ഈ കിണറ്റിലെ വെള്ളമാണ് കുടിക്കുന്നതിന് മറ്റും ഉപയോഗിക്കുന്നത്. പമ്പ് സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് പുറത്തുള്ളൊരു ബാത്റൂമാണ്. ഈ സൈഡിൽ അലക്ക് കല്ല് പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മതിലെന്ന് പറയുന്നത് ഇതിന് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നത്, അതായത് ഒരു വീടിൻ്റെ ഒരു അളവുണ്ടല്ലോ അതിനനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു മതിലാണിത്. അതിനപ്പുറത്തെ പോർഷനാണ് ശരിക്കുള്ള അതിര്. ഇവിടെ ഒരു പ്ലാവുണ്ട്.
വീടിൻ്റെ തെക്ക് വശമാണ്. ഞാൻ നേരത്തെ മുൻവശത്ത് ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മി കണ്ടില്ലേ, ഇതൊന്നും നമ്മൾ ഇപ്പോൾ കാലത്ത് ഉപയോഗിക്കാറില്ല. ധാരാളം വണ്ടികളിലൂടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന മേലെ കണ്ടില്ലേ, അവിടെ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇത്രയും സ്ഥലമുണ്ട്. അവിടെ ഒരു കാർ പോർച്ച് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അവിടെ നിന്ന് എത്ര ദൂരം റോഡിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KSRTC ബസ് പോകുന്നുണ്ടോ? ഇത് ഇത്ര ദൂരമേ ഉള്ളൂ റോഡിലേക്ക്. ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോകുന്നത് നിലമ്പൂരാണ്, റൈറ്റ് സൈഡിലോട്ടേക്ക് കാരക്കോണം. ഇവിടുന്ന് രണ്ടും 1 കിലോമീറ്ററേ ഉള്ളൂ. കാരക്കോണം 1 കിലോമീറ്ററേ ഉള്ളൂ, അതുപോലെ നിലമ്പൂരും 1 കിലോമീറ്ററേ ഉള്ളൂ. ഞാനൊന്ന് ആ റോഡ് കാണിക്കുന്നത്, അതായത് നിലമ്പൂർ ഭാഗമാണ് നേരെ കാണുന്നത്. നേരെ പോകുന്ന ആ വണ്ടി നേരെ പോകുന്നത് കാരക്കോണം ഭാഗത്തും, ഈ വണ്ടി ഇപ്പോൾ ഒരു വാൻ പോയില്ലേ ആ ഭാഗത്തേക്ക് നിലമ്പൂരുമാണ്. കണ്ടില്ലേ, ഇത് നിലമ്പൂർ ഭാഗമാണ്. ഇത്ര അടുത്താണ് കണ്ടില്ലേ വീട്ടിലോട്ട് ഇറങ്ങാനുള്ള. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ആ റോഡ് ഇതും കൂടെ മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. അതായത് ഇവിടുന്ന് മെഡിക്കൽ കോളേജ്, കാരക്കോണം മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. 1 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് കാരക്കോണം മെഡിക്കൽ കോളേജ്. ഈ വീടിനടുത്തുള്ള സ്കൂൾ ഫെസിലിറ്റീസ് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉണ്ടൻകോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ CBSE സ്കൂളായ ദ സിസ് സെൻറ്റർ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വീടിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില 1,30,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വേറെ അവസരത്തിൽ കാണാം. ഓക്കെ, ബൈ.